ആണ് കിട്ടിയിരിക്കണേ. എന്തായാലും ഈ മിടുക്കന്മാരോടൊപ്പം നാട്ടിൻ്റെ കലാകാരന്മാരോടൊപ്പം നമ്മുടെ അതിഥിയായിട്ട് ഇരിക്കുന്ന കലാകാരി കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാമല്ലോ അല്ലേ? നല്ല രീതിയിൽ മലയാളം സംസാരിച്ചൂടെ? നമുക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷ ഏതാ? മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം. ഹൃദയ തിരുമൊഴി മലയാളം. നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ? അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. പാളി കുട്ടി എണ്ണടക്കാറില്ല. ഇയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അമ്മമ്മ, അച്ചാച്ചൻ. പേരൊക്കെ ഓർമ്മയുണ്ടോ? ചോദിക്കാന്ന് നേരം വിളിക്കും. അതുകൊണ്ട് ചോദിക്കില്ല. ചിരിക്കണ്ട, നിഷ്കളങ്കമായ മലയാളമാണ് ഈ കേട്ടത്. ഇനി ഇയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, എന്റെ ചേട്ടനുണ്ട്, അച്ചാച്ചനുണ്ട്. അതായത് എന്ത് രസകരമായ മലയാളം അല്ലേ ഈ മൂന്ന് പേര്. ഈ കുട്ടികളുടെ മലയാളം, നിഷ്കളങ്കതയുടെ മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലണിഞ്ഞു മലയാളം. അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ ചെറുപ്പത്തിൽ നമുക്ക് ഉറങ്ങുവാൻ വേണ്ടി താരാട്ടുപാട്ട് പാടിത്തരും. നിങ്ങൾക്ക് പാടി തന്നിട്ടുണ്ടോ അമ്മ? ഏത് പാട്ടാ അമ്മ പാടാറ്? ഓർമ്മയില്ല. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോവും അല്ലേ? ഇയാളുടെ അമ്മ ഇതിലുണ്ടോ? അമ്മ ഏത് താരാട്ടുപാട്ടാ പാടാറ്? എനിക്കറിയില്ല. ശരി, അപ്പോൾ ഒരുപാട് താരാട്ടുപാട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് താരാട്ടുപാട്ടിലേക്കൊന്നും പോണില്ല. നല്ല രീതിയിൽ മലയാളം സംസാരിക്കാലോ. അപ്പൊ ഞാൻ ഈ കുട്ടിയെ കൊണ്ട് മലയാളം സംസാരിപ്പിക്കാൻ പോണ്. കൃത്യമായിട്ട് പറഞ്ഞ കയ്യടി കൊടുക്കണം കേട്ടോ. കൃത്യം മലയാളം പറഞ്ഞ ഒന്ന് പറഞ്ഞു നോക്കിയേ. ചമ്പക്കര, ചമ്പക്കര, ചമ്പക്കര. ഇയാളൊന്ന്